ശ്രീ വിജയൻ, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. പഞ്ചായത്ത് അംഗമായി ഇരുന്നു കൊണ്ട് പാർട്ടി വിടുകയാണെന്ന പ്രഖ്യാപനമാണല്ലോ താങ്കളിൽ നിന്നും വന്നിരിക്കുന്നത്. ഒറ്റപ്പെടുത്തുന്നു, തുടരാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ ഉണ്ടായത് എന്ന് പറയാൻ കഴിയുമോ? സാഹചര്യം ഉണ്ടായതിനെ സംബന്ധിച്ച് ഞാൻ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളോട് സഹകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളോട് സഹകരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി എനിക്ക് സാധിക്കില്ല. അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. കേവലം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പുമായി ബന്ധപ്പെട്ടല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നുമല്ല. പക്ഷേ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് എന്നെ നിരന്തരമായിട്ടുള്ള വേട്ടയാടലാണ്. അപ്പൊ നമ്മളെ അവഗണിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വീണ്ടും നമ്മുടെ സാന്നിധ്യം ഉറപ്പിച്ച് പോകണ്ട എന്ന് തീരുമാനിച്ചത് എന്നേ ഉള്ളൂ. നമ്മളെ പാടെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് നമ്മളിവിടെ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ച് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള സ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പാർട്ടി സംഘടനാ സംവിധാനത്തോട് യോജിക്കുന്നില്ല, മാറ്റി നിർത്തുന്നു, ഒറ്റപ്പെടുത്തുന്നു, ഒഴിവാക്കുന്നു, അത് കുറച്ചുകൂടി വ്യക്തമാക്കാമോ? ഏത് തരത്തിലാണ് താങ്കളെ ഒഴിവാക്കിയതെന്ന്? ഞാൻ കഴിഞ്ഞ 35 വർഷത്തിലധികമായി വയനാട് ജില്ലയിൽ വർഗ വിഭജന സംഘടനാ രംഗത്തും പാർട്ടിക്കകത്തും പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ നിരവധി വർഷക്കാലം പാർട്ടി ലോക്കൽ സെക്രട്ടറി, നിരവധി വർഷക്കാലം പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ, ഏരിയ സെൻട്രൽ പ്രവർത്തിക്കുന്നുണ്ട്. കർഷക സംഘത്തിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റായിട്ട് ജസ്റ്റ് ഒരു 4-5 ദിവസം മുമ്പ് വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിനിടയിൽ ഈ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് 24ാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുൽപ്പള്ളി ഏരിയ സമ്മേളനം നടക്കുമ്പോൾ ആ ഏരിയ സമ്മേളനത്തിന്റെ ഭാരവാഹിത്വത്തിലേക്ക് വരുത്താതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം 1-2 ആളുകൾ ആലോചിച്ച് അതിന്റെ 2 ദിവസം മുമ്പ് പാർട്ടിയിൽ ഒരു കൃത്രിമമായ പരാതി എത്തിക്കുകയാണ്. ബോധപൂർവ്വം പ്ലാൻ ചെയ്തൊരു പരാതി എത്തിക്കുകയാണ്. ആ പരാതി സംബന്ധിച്ച ചർച്ച എന്റെ പഞ്ചായത്തിനല്ല വരുന്നത്, വേറൊരു പഞ്ചായത്തിനാണ് വരുന്നത്. ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിൽ പാർട്ടിക്ക് 44 ബ്രാഞ്ചുകളുണ്ട്, 4 ലോക്കൽ കമ്മിറ്റികളുണ്ട്. എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ ഈ പാർട്ടി ബ്രാഞ്ചുകളിലോ ലോക്കൽ കമ്മിറ്റികളിലോ ഒക്കെ വരേണ്ടതാണ്. ഇവിടെ ഒന്നും വരാതെ മറ്റൊരു പഞ്ചായത്തിലെ വേറൊരു ലോക്കലിലെ പ്രതിനിധികളെ കൊണ്ട് ചർച്ച ഉന്നയിക്കുന്നു. അത് കഴിഞ്ഞ് 2024 ഡിസംബർ 21, 22, 23 വയനാട് ജില്ലാ സമ്മേളനം. ആ ജില്ലാ സമ്മേളനത്തിന്റെ തൊട്ട് തലേ ദിവസം ഏഷ്യാനെറ്റ്, മനോരമ പോലുള്ള ചാനലുകളിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. നിങ്ങളെ പേരിൽ ഇങ്ങനെ ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആക്ഷേപമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എന്റെ പേരിൽ അങ്ങനെ ഒരു ക്രമക്കേടില്ല, നിങ്ങൾ എന്റെ പ്രദേശത്ത് വന്ന് അന്വേഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ലോക്കലായിട്ട് അന്വേഷിച്ചപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആക്ഷേപമില്ല, എന്നാൽ ഒന്നും കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറയുന്നു. അങ്ങനെ 2-3 ചാനലിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ എന്റെ പാർട്ടി നേതൃത്വത്തെ വിവരം അറിയിച്ചു. ഡിസംബർ 21 ജില്ലാ സമ്മേളനം ബത്തേരിയിൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു 10:30 ആയപ്പോ എനിക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ട് തരുന്നത്. അന്ന് വന്നൊരു പത്രവാർത്ത ഒരാൾ കട്ട് ചെയ്തിട്ട് ഇട്ട് തരികയാണ്. ഞാൻ അതും പാർട്ടി നേതൃത്വത്തിന് കൊടുത്തു. ടാർഗറ്റിംഗ് വർക്ക് നടക്കുന്നുണ്ട്, ഇതിന്റെ പുറത്തൊരു കോൺസ്പിറൻസി ഉണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ പൂതാടി മണ്ഡലം പ്രസിഡന്റ് എനിക്കെതിരെ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി പത്രങ്ങളിൽ വിളിക്കുകയാണ്. അപ്പൊ ഒരു പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ ആരെങ്കിലും വരുന്നത് നിങ്ങൾക്ക് എന്താ ബാധ്യത, നിങ്ങളല്ലല്ലോ അത് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ എന്റെ അടുത്ത് നിന്നിട്ട് വിളിപ്പിക്കാന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ച് നോക്കി. കേണിച്ചിറയിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി BRN ഷെരീഫ് പ്രസംഗിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രസംഗിക്കേണ്ട കണ്ടന്റുകൾ, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പ്രസംഗിക്കേണ്ട കണ്ടന്റുകൾ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി KPCC ജനറൽ സെക്രട്ടറിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ അതും പരാതിയാക്കിയില്ല, 1-2 നേതൃത്വത്തോട് പറഞ്ഞ് നിൽക്കുക ചെയ്തത്. എന്നിട്ട് നടപടിയോടൊപ്പം നിന്നു. അതിന്റെ ഇടയിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത്. പൂതാടി പോലൊരു പഞ്ചായത്തിൽ BJP പോലൊരു വർഗീയത മുമ്പോട്ട് വെക്കുന്ന പാർട്ടി അധികാരത്തിൽ വരാൻ പാടില്ല എന്ന കാഴ്ചപ്പാടുള്ളത് കൊണ്ട് നേതൃത്വവുമായി സംസാരിച്ച് സഹകരിച്ച് നല്ല പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്നോട് മത്സരിക്കാൻ നേതൃത്വം പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാൻ മത്സരിക്കാനില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിർബന്ധപൂർവ്വം നേതൃത്വത്തിനോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പാർട്ടി അംഗം എന്നുള്ള നിലയിൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ മത്സരിക്കുന്നു. പക്ഷെ മത്സരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നുണ്ട് മത്സരിച്ചാൽ എനിക്ക് പാനൽ ലീഡർഷിപ്പ് വേണം. അത് പാർട്ടിയിൽ അംഗീകരിക്കുന്ന ഒരു രീതിയല്ല. എന്നെ ലീഡർഷിപ്പ് കൊണ്ടുവരണം എന്നുള്ള നിർബന്ധവും പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കൊരു സംഘടനാ നടപടി വന്ന് ഞാൻ പാർട്ടി ബ്രാഞ്ചിലിരിക്കുകയാണ്. എനിക്ക് പ്രവർത്തിക്കാൻ ഒരു മേഖല വേണം. സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് കിട്ടിയാൽ എനിക്ക് പ്രവർത്തിക്കാൻ ഒരു മേഖല കിട്ടും. അത് പ്രവർത്തിച്ച് പാർട്ടിയിലേക്ക് വീണ്ടും എത്താമെന്നൊരു കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം തെറ്റായ ഒരു രീതിയാണ് എടുക്കുന്നത്. നാട് ആഗ്രഹിച്ചതുപോലെ, പ്രത്യേകിച്ച് പാർട്ടി ആഗ്രഹിച്ചതുപോലെ ഉള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. അത് 2-3 ആളുകൾ വ്യക്തിപരമായ വൈരാഗ്യത്തിന് പുറകെ വൈരാഗ്യം വെച്ച് കൂടുകയാണ്.
അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മളെ അവഗണിക്കുന്ന ശരി, ഒരു ശ്രീ സ്ഥലത്ത് എ വി ജയൻ, താങ്കളുടെ അഭിപ്രായം തുറന്ന് പറഞ്ഞതിന് മാതൃഭൂമി ന്യൂസിലൂടെ പൂതാടി പഞ്ചായത്ത് അംഗം എ വി ജയനാണ് ഇപ്പോൾ സംഘടനാ കാര്യങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്.